തിരുവനന്തപുരം കിളിമാനൂരിൽ ഭൂവുടമ അറിയാതെ വ്യാജരേഖ ചമച്ച് മണ്ണ് കടത്തിയെന്ന് പരാതി. ആറ്റിങ്ങൽ സ്വദേശി രത്നാഭായിയുടെ ഭൂമിയിൽ നിന്നാണ് അജ്ഞാതർ മണ്ണ് കടത്തിയത്, അതും വ്യാജരേഖ ഉപയോഗിച്ച്. ഭൂവുടമയുടെ സമ്മതപത്രം വ്യാജമായി നിർമ്മിച്ചാണ് ജിയോളജി വകുപ്പിന് ഇവർ കൈമാറിയത്. നമ്മൾ ആറ്റിങ്ങൽ ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം, അവനമഞ്ചേരി. അപ്പോൾ അമ്മ 2017 ഈ സ്ഥലം വാങ്ങിക്കുന്നുണ്ട്, കുഞ്ഞമ്മ വാങ്ങിച്ച് അത് പോക്കുവരവ് ചെയ്ത് അമ്മയുടെ പേരിലാണുള്ളത്. ഇന്ന് നമ്മുടെ സഹോദരൻ്റെ വീട്ടിൽ പോകാൻ വന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ പുരയുടെ ഇടിച്ച് താത്ത് മണ്ണെടുത്ത് കടത്തിയിരിക്കുന്നു. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും ഒക്കെ എടുത്തേക്കുന്നു. അമ്മ ഒപ്പിടുകയോ വേറെ യാതൊരു പേപ്പറും ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല. പഴയൊന്നുമൽ ഗ്രാമപഞ്ചായത്തിലെ ചാറയം എന്ന പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ 52 സെൻറ്റ് സ്ഥലത്താണ് ഈ മണ്ണെടുപ്പ് അനധികൃതമായി നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ രാവിലെ പരാതി പഞ്ചായത്തിൽ ഈ വസ്തു ഉടമ തന്നിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളൊക്കെ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും അതിൽ നിന്ന് കൂടുതൽ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വസ്തു ഉടമയുടെ പേരിൽ വ്യാജ രേഖ ചമച്ച് ആണ് ഈ മണ്ണെടുപ്പ് നടത്തിയത്. ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്നാണ് മണ്ണെടുപ്പ് നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ബന്ധപ്പെട്ട ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ കളക്ടർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പ് മേധാവികൾക്കും സർക്കാരിൻ്റെയൊക്കെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പഞ്ചായത്ത് ഇതിനെ കാണുന്നത്. അനന്തര നടപടികൾ ഇതിന് തുടർന്നുണ്ടാകും. അരുൺജി മുട്ടട എം ജി പ്രതീഷ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. തിരുവനന്തപുരം കിളിമാനൂർ പഴയകുന്നുമേൽ പഞ്ചായത്ത് പരിധിയിലാണ് അനധികൃത മണ്ണ് കടത്തൽ നടന്നിരിക്കുന്നത്. ആറ്റിങ്ങൽ അവനമഞ്ചേരി സ്വദേശിയായ ഭൂവുടമയുടെ ഭൂമിയിൽ നിന്നാണ് ഈ ഭൂവുടമ അറിയാതെ തന്നെ മണ്ണ് കടത്തിയിരിക്കുന്നത്. 52 സെന്റ് കുന്നിടിച്ചാണ് മണ്ണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ സ്ഥലം സന്ദർശിക്കാൻ ഭൂവുടമ എത്തിയപ്പോഴാണ് ഈ മണ്ണ് കടത്തലിന്റെ വിവരം അറിയുന്നത്. തുടർന്ന് പഞ്ചായത്തിലും കളക്ടർക്കും പരാതി നൽകുകയായിരുന്നു. സാധാരണഗതിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കണമെങ്കിൽ അവരുടെ സമ്മതപത്രം വേണം. ഈ സമ്മതപത്രം അടക്കം ഈ ജിയോളജി വകുപ്പിന് കൈമാറുമ്പോഴാണ് ജിയോളജി വകുപ്പ് മണ്ണെടുക്കാൻ അന്തിമ അനുമതി നൽകുന്നത്. പക്ഷേ ഈ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ജിയോളജി വകുപ്പിന് വ്യാജരേഖ നൽകിയാണ് ഈ മണ്ണ് കടത്തൽ നടത്തിയിരിക്കുന്നത് എന്നാണ് ഭൂവുടമ പറയുന്നത്. അതിനനുസരിച്ച് ആണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ ഭൂവുടമയുടെ പരാതി പഞ്ചായത്ത് അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പും അനധികൃത മണ്ണ് കടത്തൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സർക്കാരിലേക്കും റവന്യൂ വകുപ്പിലേക്കും തുടർ നടപടിക്ക് കൈമാറിയിരിക്കുന്നു എന്നതാണ് പഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. SKN. ഓക്കെ, താങ്ക് യു എം ജി പ്രതീഷ്.